വെൽക്കം ടു MS സൊല്യൂഷൻ. ഇനി എന്തിന് വേറെ സൊല്യൂഷൻ? മക്കളെ, നിങ്ങളുടെ സ്വന്തം ജുനു സാർ വന്നിരിക്കുന്നത് ഒന്നാം ചാപ്റ്ററിലെയും രണ്ടാം ചാപ്റ്ററിലെയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്നുള്ള ഈ ചാപ്റ്ററിലെ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകത്തിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് ആൻസർ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ നിങ്ങൾ ചൂസ് ചെയ്യണം. നോക്കിക്കോ. എ ജീൻ എഡിറ്റിംഗ് പ്രോസസ് വിച്ച് ക്യാൻ ബ്രിങ് ഡിസൈറബിൾ ചേഞ്ച് ദ ജീൻസ് ഇൻ DNA. ഒന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ദി പ്രോസസ് വിച്ച് ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് ജീൻ ഇൻ DNA. ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRISPR-Cas9 മീൻസ്, നോക്കിക്കോ, അതാണ്. ഇനി രണ്ടാമത്തെ, ദി പ്രോസസ് വിച്ച് ഡിറ്റർമൈൻ ദ ഫങ്ഷൻസ് ഓഫ് ജീൻസ് ഓഫ് DNA. അതായത് മലയാളം വീണ്ടും നോക്കിക്കോ, DNA ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്ന സാങ്കേതിക വിദ്യയാണ് എന്ത്? CRISPR-Cas9. ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറയണം. രണ്ടാമത്തെ, DNA ജീനുകളുടെ സ്ഥാനം നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു. അടുത്ത്, DNA ജീനുകളുടെ ധർമ്മം നിർണ്ണയിക്കുന്ന സാങ്കേതിക വിദ്യ എന്ന് പറഞ്ഞു. ഇതിൽ ഒന്നാണോ രണ്ടാണോ മൂന്നാണോ? അതായത് ഒന്നാമത്തെ 1, 3 ശരിയാണ്, 2 തെറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് നോക്കിയിട്ട് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്തേ. എൻ്റെ മക്കൾ എന്താവാ ഒന്ന് ആദ്യം മനസ്സിൽ ചെയ്തോ, ഒന്നാണോ രണ്ടാണോ മൂന്നാണോ ശരി എന്ന് പറയാം. അപ്പോൾ ഇതിൽ ഏതാ ശരി മക്കളെ? നോക്കുക. അതായത് D ആണ് ശരി. D എന്താ? 1 ശരിയാണ് എന്ന് നോക്കിക്കോ. 1ഉം 2ഉം എന്താണ്? 1 ശരിയാണ്, സോറി. 2, 3 എന്താണ്? തെറ്റാണ്. എന്താണ്? 1 കറക്റ്റാണ്, 2, 3. നോക്കിക്കോ. DNA അഭിലഷണീയമായ മാറ്റം വരുത്തുന്നതിന് പറഞ്ഞ പേരല്ലടാ എന്ത്? ജീൻ എഡിറ്റിംഗ് അല്ലേ? CRISPR-Cas9 ഡിസൈറബിൾ ചേഞ്ച് ഉണ്ടാവുമല്ലേ? അല്ല, അതിൻ്റെ പൊസിഷൻ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പം എന്താ ആൻസർ? 1 ശരിയാണ്, 2, 3 എന്താണ്? തെറ്റാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് പെയർ. ഇതിൽ ഏതാണ് കറക്റ്റ് പെയർ എന്ന് എഴുതാം. നോക്കി. ഡബിൾ ഹെലിക് മോഡൽ ഓഫ് DNA, മോറിസ് വിൽക്കിൻസ്. ഫോട്ടോ 51, റൊസാലിൻ ഫ്രാങ്ക്ലിൻ. ജീൻ എഡിറ്റിംഗ്, ജെയിംസ് വാട്സൺ. ക്രോസിംഗ് ഓവർ, ഫ്രാൻസിസ് ക്രിക്ക്. അതായത് DNA ചുറ്റുകോണി മാതൃക, മോറിസ് വിൽക്കിൻസ്. ചുറ്റുകോണി മാതൃകയായിട്ട് പറഞ്ഞേ. ഓക്കെ. ഫോട്ടോ 51, റൊസാലിൻ ഫ്രാങ്ക്ലിൻ. ജീൻ എഡിറ്റിംഗ്, ജെയിംസ് വാട്സൺ. ക്രോസിംഗ് ഓവർ, ഫ്രാൻസിസ് ക്രിക്ക്. ഇതിൽ ഏറ്റവും ശരിയതാ? ഇവിടെ ചില കുട്ടികൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ്. DNA ചുറ്റുകോണി മാതൃക, മോറിസ് വിൽക്കിൻസ്. ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ച മോറിസ് വിൽക്കിൻസ് അല്ല, ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുവാ. പക്ഷേ എക്സ്ട്രാ ഡിഫ്രാക്ഷൻ പഠനം നടത്തിയത് ആരാ? റൊസാലിൻ ഫ്രാങ്ക്ലിനും മോറിസ് വിൽക്കിൻസും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഓൽക്ക് എന്ത് നടത്തിയത്? നമ്മളെ റൊസാലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു, അതൊരു നോബൽ പ്രൈസ് കിട്ടി. നോബൽ അവാർഡ് കിട്ടിയത് ആർക്കാ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കിനും മോറിസ് വിൽക്കിൻസും. റൊസാലിൻ ഫ്രാങ്ക്ലിൻ മരിച്ചു, പക്ഷേ ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ച ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ചില കുട്ടികൾ എന്തായി ഇത് എഴുതി വെക്കും, ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ചത്. അതല്ല, ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ച ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും മാത്രമേ ഉള്ളൂ മക്കളെ. അപ്പോൾ ഇതിൽ ഏറ്റവും ശരിയായത് ഏതാ? ഫോട്ടോ 51. ആരാ? റൊസാലിൻ ഫ്രാങ്ക്ലിൻ. അടുത്ത ചോദ്യം, which is the nitrogen base find only in DNA. അതായത് DNA മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏത്? DNA നൈട്രജൻ ബേസ് ഏതൊക്കെ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ അല്ലേ? അപ്പോൾ നോക്കിക്കോ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൽ DNA മാത്രം ഏതാ? തൈമിൻ അല്ലേ? കാരണം RNA എന്തുണ്ട്? അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്. യുറാസിൽ ഏതാ? RNA. DNA മാത്രം ഏതാ? തൈമിനാണ്. ഓക്കെ, സെറ്റല്ലേ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, യുറാസിൽ. ഇതിൽ ഏത് മാത്രമാണ് DNA മാത്രം കാണുന്നത്? ഏതാണ്? തൈമിൻ. ഏതെന്നൊക്കെ ആൻസർ നോക്കാം. തൈമിൻ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് നോട്ട് പ്രസന്റ് ഇൻ ദ റങ്സ് ഓഫ് DNA. റങ്സ് പറഞ്ഞാൽ എന്താടാ? സ്റ്റെപ്സ്. DNA ഇഴകൾ ഇതല്ലേ? ഇതിൻ്റെ റങ്സ് ആണ് ഈ ഒരു പടികൾ, ഈ ഒരു സ്റ്റെപ്സ്. അതിലെന്താണ് നോട്ട് പ്രസന്റ്? അതിൽ കാണാത്തത് ഏത്? തൈമിനാണോ, അഡിനിനാണോ, യുറാസിലാണോ, ഗ്വാനിനാണോ? DNA റങ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് നൈട്രോജൻ ബേസ്. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ DNA എന്ന് പറഞ്ഞേ. അപ്പോൾ DNA കാണപ്പെടാത്ത ഏതാ? ഇതിലേത് കാര്യം? അതായത് DNA പടികളിൽ ഇല്ലാത്തത് ഏത്? DNA നൈട്രോജൻ ബേസ് ഏതൊക്കെ? കാരണം DNA ഈ പടികൾ, ഈ റങ്സ് ഉണ്ടാക്കിയതിനോടാ? നൈട്രോജൻ ബേസിനോടാ? അതറിയണം. ആ നൈട്രോജൻ ബേസ് ഏതൊക്കെയല്ലേ DNA? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിൽ ഇല്ലാത്ത ഏതാ? ആരടാ? യുറാസിലല്ലേ? യുറാസിലല്ലേ? RNA DNA ഓക്കെ, ആ ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് പെയർ. ഇതിൽ ഏറ്റവും എന്താണ് ശരിയായ ജോഡി ഏത്? അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഇത് ഏറ്റവും ശരിയായ പെയർ ഏതാ? 1 കറക്റ്റാണ്, 2, 3
4 ഇൻകറക്റ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 1 2 കറക്റ്റാണ്, 2 3 ഇൻകറക്റ്റാണ്. 1 2 ഇൻകറക്റ്റാണ്, 3 4 എന്താണ് കറക്റ്റാണ്. 1 2 3 ഇൻകറക്റ്റാണ്, 4 എന്താണ് കറക്റ്റാണ്. ഏത് ആൻസർ നോക്കുക? 1 2 ഇൻകറക്റ്റാണ്, 3 4 എന്താണ് കറക്റ്റാണ്. നോക്കി, അഡിനിൻ തൈമിൻ സൈറ്റോസിൻ ഗുവാനിൻ ശരിയല്ലേ? ശരിയല്ലേ? ഓക്കെ, അതാണ് ആൻസർ. ഓക്കെ, കിട്ടുമല്ലോ എൻ്റെ മക്കൾ കിട്ടുമല്ലോ. ഇനി അടുത്ത ചോദ്യം വിച്ച് ഇസ് എ ഫോളോ ഈസ് നോട്ട് സീൻ ദ സ്ട്രാൻഡ്സ് ഓഫ് DNA. DNA സ്ട്രാൻഡ് ഇതാ, സ്ട്രാൻഡിന്റെ ഇഴകളിൽ അല്ലേ, DNA ഇഴകളിൽ കാണപ്പെടാത്തത് ഏത്? ഫോസ്ഫേറ്റ്, ഷുഗർ, നൈട്രജൻ ബേസ്, ഓൾ ദിസ്. അതായത് ഫോസ്ഫേറ്റ്, പഞ്ചസാര, നൈട്രജൻ ബേസ് ഇവയെല്ലാം സ്ട്രാൻഡ്. അപ്പൊ DNA ഈ സ്ട്രാൻഡ് ഇഴകൾ നിർമ്മിച്ചതിനോടാ ഡിയോക്സി റൈബോ പഞ്ചസാരയും ഫോസ്ഫേറ്റും അല്ലേ. ഇതിലില്ലാത്ത ഏതാ? നൈട്രജൻ ബേസ് കൊണ്ടല്ലേ പടികൾ നിർമ്മിച്ച റങ്സ്. ഇവിടെ ചോദിച്ചേതാ? സ്ട്രാൻഡ് അല്ലേ, ഇഴകളല്ലേ ചോദിച്ച്. ഇഴകളിൽ ഇല്ലാത്തത് ഏതാ? നൈട്രജൻ ബേസ് അല്ലേ. ആൻസർ നോക്ക്, നൈട്രജൻ ബേസ്. ചിന്തിച്ച് ചെയ്യണം. ഇഴകൾ നിർമ്മിച്ചത് ഡിയോക്സി റൈബോ പഞ്ചസാര ഫോസ്ഫേറ്റ്, ഡിയോക്സി റൈബോ ഷുഗർ ഫോസ്ഫേറ്റും. ആ റങ്സ് പടികൾ നിർമ്മിച്ചതിനോടാ നൈട്രജൻ ബേസിനോടാ. ഇവിടെ ചോദിച്ചേതാ? സ്ട്രാൻഡ്സിൽ ഇല്ലാത്തത്, ഇഴകളിൽ ഇല്ലാത്തത് ഏതാ? നൈട്രജൻ ബേസ് അല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദി കോമ്പണൻസ് ഓഫ് ക്രോമസോം? ഒരു ക്രോമസോമിലുള്ളത് കോമ്പണൻസ്, ക്രോമസോമിലെ ഘടകങ്ങൾ ഏതെല്ലാം? റൈബോസോം ആണോ, mRNA ആൻഡ് റൈബോസോം ആണോ, DNA ആൻഡ് ഹിസ്റ്റോൺ ആണോ, RNA ആൻഡ് ഹിസ്റ്റോൺ ആണോ? ഏതാണ്? DNA ആൻഡ് ഹിസ്റ്റോൺ അല്ലേ. നോക്ക്, DNA ആൻഡ് ഹിസ്റ്റോൺ അല്ലേ. കിട്ടൂലേ? അടുത്ത്, which of the following statement is not related to somatic chromosome? അതായത് സ്വരൂപ ക്രോമസോമുകളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? സ്റ്റേറ്റ്മെന്റ് നോക്ക്. ഒന്നാമത്തെ, ദിസ് ക്രോമസോം കൺട്രോൾ ദി ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ശരിയാണോ നോക്കുക. 2 എക്സ് ശരിയാണോ തെറ്റാണ്? അതാണ് നോട്ട് റിലേറ്റഡ്, സൊമാറ്റിക് ക്രോമസോം ബന്ധമില്ലാത്തത്. അടുത്ത്, എക്സ് ക്രോമസോം ആൻഡ് വൈ ക്രോമസോം ആർ സൊമാറ്റിക് ക്രോമസോം. ശരിയാണോ? ഇത് കേട്ടത് നമുക്കറിയാം. അല്ല, അത് സെക്സ് ക്രോമസോം അല്ലേ, ലിംഗനിർണ്ണയ ക്രോമസോം അല്ലേ. അപ്പൊ ഇത് തെറ്റാ. അടുത്ത്, ദീസ് ആർ 22 pairs സൊമാറ്റിക് ക്രോമസോം ഇൻ ഹ്യൂമൻ. അതായത് മനുഷ്യന് 22 ജോഡി സ്വരൂപ ക്രോമസോമുകൾ ഉണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും തെറ്റായത് ഏതാ? ബി അല്ലേ. അപ്പൊ നോക്കിക്കോ, ആൻസർ ഏതാ? ബി എന്നല്ലേ. എക്സ് ക്രോമസോമും വൈ ക്രോമസോമും സ്വരൂപ ക്രോമസോം സൊമാറ്റിക് ക്രോമസോം അല്ല. ഏതാണ്? സെക്സ് ക്രോമസോം, ലിംഗനിർണ്ണയ ക്രോമസോം അല്ലടാ. കിട്ടൂലേ? അടുത്ത ക്വസ്റ്റ്യൻ. DNA ചുറ്റുകോണി മാതൃക അവതരിപ്പിച്ചത് ആരല്ല? DNA ഡബിൾ ഹെലിക്സ് ആണ് പ്രപ്പോസ് ചെയ്ത ആരാ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും അല്ലേ. പക്ഷെ നോബൽ പ്രൈസ് കിട്ടിയാർക്കൊക്കെ ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, മോറിസ് വിൽക്കിൻസ്. അത് ഓർത്ത് വെക്കുക. ചുറ്റുകോണി മാതൃക കണ്ടുപിടിച്ചാരാ? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അടുത്ത്, അഡിനിൻ തൈമിൻ കൊടുത്തു, സൈറ്റോസിൻ ഡാഷ്. ആരാ? അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ. അപ്പൊ സൈറ്റോസിൻ ആരാ? ഗ്വാനിൻ. നമുക്കറിയാം, ഗ്വാനിൻ. കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ ആർ. ഒരു പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ആര്? ആരാ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്ക്? ആരാ? അമിനോ ആസിഡ് അല്ലേ. കിട്ടൂലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഡിറ്റർമൈൻ ദ ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയിൽ കാണുന്ന സവിശേഷതകളാണ് അതിന്റെ ഡാഷ്. എന്താണ്? ദി ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ ഓർഗാനിസം ആർ കാൾഡ്. എന്ത്? ഒരു ജീവിയിൽ പ്രകടമാകുന്ന സ്വഭാവത്തെ വിളിക്കുന്ന പേരാണ് ഫീനോടൈപ്പ്. എന്താണ്? ഫീനോടൈപ്പ്. ഇനി നിന്റെ മക്കൾക്ക് ഇത് എന്റെ ക്വസ്റ്റ്യനാ. ഇത് നിന്റെ മക്കൾ കമന്റിൽ ചെയ്യാനുള്ളതാ. കമന്റിൽ ഏറ്റവും നല്ല ആൻസർ ആരാണ് പഠിപ്പുള്ളവര്, ആരാണ് വിവരമുള്ളൂ നോക്കട്ടെ. നോക്കിക്കോ. വാട്ട് ഈസ് ദ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫീമെയിൽ ആൻഡ് മെയിൽ? സ്ത്രീകളുടെയും പുരുഷന്റെയും ജനിത ഘടന വ്യക്തമാക്കുക. ഇതിന്റെ മക്കൾ എന്താവുക? കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് അറിയിക്കുക. ഓക്കെ, കുഴപ്പമുണ്ടല്ലോ? ഇല്ലല്ലോ. അപ്പൊ ദാ ജെനറ്റിക്സ് ഓഫ് ലൈഫിന്റെ ക്വസ്റ്റ്യൻസ് എന്തായി? ഇവിടെ എന്തായി? സാറ് വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പറയാൻ പോകുന്നതാണ് പാത്ത് ഓഫ് എവല്യൂഷൻ. ഇനി പാത്ത് ഓഫ് എവല്യൂഷനിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസിലേക്കാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ട്യൂബർകുലോസിസ് ബാക്ടീരിയ അക്വയർഡ് റെസിസ്റ്റൻസ് ടു ആന്റിബയോട്ടിക്സ്? അതായത് ക്ഷയരോഗ ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ലഭിച്ചത് എങ്ങനെ? നമ്മൾ ആ കേസ് സ്റ്റഡിയിൽ ആദ്യമായിട്ട് പറഞ്ഞില്ലേ, ഒരാൾക്ക് അസുഖമായിട്ട് വന്നു, ആന്റിബയോട്ടിക് കൊടുത്തു മാറി, വീണ്ടും ഇയാൾ 2 മാസം കഴിഞ്ഞ് വന്ന സമയത്ത് ആന്റിബയോട്ടിക് കൊടുത്തു ഇയാൾ മരിച്ചു. അതിന് കാരണം ഇയാൾ 2 DNA, ആദ്യം ഉണ്ടായ സമയത്ത് ഉണ്ടായ ബാക്ടീരിയൻ്റെ DNA യും രണ്ടാമത് ഇതേ അസുഖമായി വന്ന സമയത്തുള്ള ബാക്ടീരിയൻ്റെ DNA നോക്കിയപ്പോൾ ആ DNAക്ക് എന്ത് സംഭവിച്ചിട്ടാ? മ്യൂട്ടേഷൻ സംഭവിച്ചില്ലേ? എന്ത് സംഭവിച്ചിന്? മ്യൂട്ടേഷൻ. ആ മ്യൂട്ടേഷൻ സംഭവിച്ചത് കൊണ്ടാണ് എന്താ ആ ജീനിന്, അതായത് ഇയാളെ ആ ഒരു ബാക്ടീരിയന്റെ അക്യൂട്ട് റെസിസ്റ്റൻസ് ഡ്യൂ ടു എങ്ങനെയാണ്? മ്യൂട്ടേഷൻ ഇൻ ദ സ്പെസിഫിക് ജീൻ ഇൻ ഇറ്റ്. അതായത് ആ ഒരു ബാക്ടീരിയന്റെ ജീൻ എന്ന് സംഭവിച്ചത് മ്യൂട്ടേഷൻ സംഭവിച്ചത് കൊണ്ടാണ്. ഓക്കെ, അത് നോക്കി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ
example for antimicrobial resistant bacteria that are resistant to antibiotic. ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ആൻറ്റിമൈക്രോബിയൽ റെസിസ്റ്റൻസിന് ഉദാഹരണം എഴുതുക. നമുക്ക് ഏതാ അറിയാം? സൂപ്പർ ബഗ് അല്ലേ? എന്താണ് സൂപ്പർ ബഗ്? എന്താണ്? അതായത് ആൻറ്റിബയോട്ടിക്കിനെതിരെ എതിർക്കാൻ കഴിയുന്ന മൈക്രോബ്സിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സൂക്ഷ്മജീവികൾക്ക് അല്ലെങ്കിൽ പാത്തോജൻസിന് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തു പറയും? സൂപ്പർ ബഗ്സ്. എന്താണ് സൂപ്പർ ബഗ്സ്? ഓക്കെ, അടുത്താണ് നെയിം ദോസ് ഹു പ്രസന്റ് ഐഡിയ അബൌട്ട് ഓർഗാനിക് എവല്യൂഷൻ. ജീവപരിണാമ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചവർ ആരെല്ലാം? നമുക്കറിയുന്ന രണ്ട് സിദ്ധാന്തങ്ങളില്ലേ, രണ്ട് തിയറീസ് അല്ലേ? ഒന്ന് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കിന്റെ ലാമാർക്കിസവും ചാൾസ് ഡാർവിൻ്റെ ഡാർവിനിസവും. അപ്പോൾ രണ്ടാൾക്കാരാ? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്കും ചാൾസ് റോബർട്ട് ഡാർവിനും. കുഴപ്പമുണ്ടോ? ഇല്ല. ഇതൊക്കെ 1 മാർക്കിന് സിമ്പിൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദി ഐഡിയ ഓഫ് ഡാർവിൻ അബൌട്ട് എവല്യൂഷൻ? ചാൾസ് ഡാർവിൻ്റെ ആശയങ്ങൾ എന്തായിരുന്നു? ചാൾസ് ഡാർവിൻ്റെ ആശയങ്ങൾ വിൽക്കുന്നത് എന്താ? ഡാർവിനിസം, നാച്ചുറൽ സെലക്ഷൻ തിയറി, പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം. അതന്നെയാണ് നോക്കുക. യെസ്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ, പ്രകൃതി നിർദ്ധാരണം, അല്ലെങ്കിൽ എന്താ? ഡാർവിനിസം. അല്ലെങ്കിൽ എന്താണ്? ഡാർവിനിസം. കുഴപ്പമുണ്ടോ? ഇല്ല. അവൻ്റെ ജുനുസാറിൻ്റെ മക്കൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ Darwin traveled on the ship dash for കാർട്ടോഗ്രാഫിക്കൽ പർപ്പസ്. അതായത് ഭൂപട നിർമ്മാണത്തിനായി ഡാർവിൻ സഞ്ചരിച്ച ഡാഷ് എന്ന കപ്പലിലായിരുന്നു. ഏത് കപ്പലാ? HMS ബീഗിൾ അല്ലേ? HMS ബീഗിൾ. കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ നെയിം ഓഫ് ദി ബുക്ക് ഇൻ വിച്ച് ഡാർവിൻ presented his ideas. ഡാർവിൻ തൻ്റെ ആശയങ്ങൾ അവതരിപ്പിച്ച പുസ്തകത്തിൻ്റെ പേരെന്താ? On the origin of species. സെറ്റല്ലേ? അപ്പോൾ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ മക്കൾ കൃത്യമായിട്ട് കേൾക്കണം. ഇനി കുറച്ച് ട്വിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുണ്ട്. നോക്കിക്കോ. What were the different species of finches that Darwin observed on the Galapagos Island? ഗാലപ്പഗോസ് ദ്വീപുകളിൽ ഡാർവിൻ നിരീക്ഷിച്ച വിവിധ വിഭാഗം കുരുവികൾ ഏതെല്ലാമായിരുന്നു? ഡാർവിൻ അവിടെ ഒബ്സർവ് ചെയ്തത് 14ഓളം കുരുവികളുണ്ട്. ആൻസർ നോക്കുക. അതായത് 14 ഡിഫറെൻറ്റ് സ്പീഷീസിന് ഡാർവിൻ അവിടെ ഒബ്സർവ് ചെയ്തിന്. പക്ഷേ സീഡ് ഈറ്റിംഗ് ഗ്രൗണ്ട് ഫിഞ്ചസ്, പിന്നെന്താണ് സീഡ് ഈറ്റിംഗ് കാക്ടസ് ഫിഞ്ചസ് അല്ലെങ്കിൽ എന്താ ഇൻസെക്ട് ഈറ്റേഴ്സ്. എന്താണ്? അതായത് നമ്മൾ ഡാർവിൻ 14ഓളം കുരുവികൾ ഒബ്സർവ് ചെയ്തിന്. പക്ഷെ നമുക്ക് 3 പഠിക്കാല്ലേ. ഒന്ന് സീഡ്, വിത്ത് തീനി കുരുവികൾ, വിത്തിന് തിന്നുന്നവർ. രണ്ടാമത്താണ് കാക്ടസ് ഈറ്റേഴ്സ്. ഓക്കെ, കള്ളിമുൾച്ചെടികളെ കഴിക്കുന്നവ. പിന്നെ ഒന്നാണ് പ്രാണികളെ കഴിക്കുന്ന ഇൻസെക്ട് ഈറ്റിംഗ് ഫിഞ്ചേഴ്സ്. ഓക്കെ, ഇതാണ് അവിടെ ഉള്ളത്. ഓക്കെ, 14ഓളം കണ്ടുകണ്. പക്ഷെ നമുക്ക് 3 നമ്മളത് എഴുതാം. ഓക്കെ, അടുത്തതാണ് ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് ഈസ് ഒറിജിനേറ്റഡ് ബൈ എ പ്രോസസ് കോൾഡ്. അതായത് ഭൂമിയിലെ ജൈവ വൈവിധ്യം രൂപപ്പെടുന്നത് ഡാഷ് എന്ന പ്രക്രിയയിലൂടെയാണ്. ഏത് പ്രക്രിയ? സ്പീസിയേഷൻ. അങ്ങനെ നോക്കുക. യെസ്, വെരി ഗുഡ്. അതുതന്നെയാണ് സ്പീസിയേഷൻ. കുഴപ്പമുണ്ടോ? സ്പീസിയേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ അല്ലേ ഈ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദി മോസ്റ്റ് റീസെൻറ്റ് കോമൺ ആൻസിസ്റ്റർ ഓഫ് എ സ്പീഷീസ് ക്യാൻ ബി കോൾഡ് MRCA. അതായത് സ്പീഷീസുകൾ ഏറ്റവും അടുത്ത പൊതുപൂർവികനെ MRC എന്ന് വിളിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ക്യാൻ ബി കോൾഡ്, അതായത് അവസാനത്തെ സാർവത്രിക പൊതുപൂർവികൻ എന്താ വിളിക്കുക? LUCA. നമുക്കറിയാം. ആൻസർ നോക്കുക. LUCA, ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. അടുത്ത് The common ancestor of monkey, apes and human belong to the group. അതായത് കുരങ്ങന്മാർ, ആൺകുരങ്ങുകൾ, മനുഷ്യൻ എന്നിവയുടെ പൊതുപൂർവികൻ ഡാഷ് വിഭാഗത്തിൽ പെടുന്നു. ഇവിടെ എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യന്, കുരങ്ങന്, ചിമ്പാൻസി ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലേനി. ഏത് ഗ്രൂപ്പിലാണ്? പ്രൈമേറ്റ്സ്. ഇവിടെ ചില ആൾക്കാർ എഴുതും പ്രൈമേറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ട് ഓരോ ഗ്രൂപ്പാക്കില്ലേ? സർഗോപിത്തിക്കോഡിയ, ഹൊമിനോയിഡിയ ഒക്കെ ആക്കിയിട്ടില്ലേ? അപ്പോൾ എന്താ? സർഗോപിത്തിക്കോഡിയ ഒരാൾ മാത്രമല്ലേ? മങ്കി, കുരങ്ങന്മാർ സർഗോപിത്തിക്കോഡിയല്ലേ? അപ്പോൾ ഇവിടെ ചോദിച്ചാൽ എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്ന ആളാരാ? ഇവർ ഏറ്റവും താഴത്ത് താരാ?
പ്രൈമേറ്റ്സ്. ആരാണ്? പ്രൈമേറ്റ്സ്. അത് ഓർത്ത് വെക്കണം കേട്ടോ, അവിടെ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാർ എന്താണ് സർക്കോപിത്തികൾ ഹോമിനോഡൊക്കെ എഴുതും. അല്ല, കുരങ്ങനും മങ്കി എല്ലാവരും ഒരേ ഗ്രൂപ്പിൽ അതേതാ പ്രൈമേറ്റ്സിലാണ് കേട്ടോ. അടുത്ത് ഡാഷ് കൺസിഡർ ആസ് ദ ഫസ്റ്റ് ലിങ്ക് ഇൻ ദി ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്. മനുഷ്യ പരിണാമ പരമ്പരയിലെ ആദ്യ കണ്ണിയായി ഡാഷിനെ കരുതപ്പെടുന്നു. ആരാ? സഹേലാന്തോപ്പസ് ചാഡൻസിസ്. സഹേലാന്തോപ്പസ് ചാഡൻസിസ്. കുഴപ്പമുണ്ടോ? ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ. In the brain and spinal cord, the parts where myelinated nerves are more abundant is called. അതായത് മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മൈലിൻ ഷീത്തോട് കൂടിയ ന്യൂറോണുകൾ ധാരാളമായി കാണപ്പെടുന്ന ഭാഗത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആദ്യം അറിയേണ്ടി, മൈലിൻ ഷീത്തിൻ്റെ കളർ എന്താ? ഷൈനി വൈറ്റ് കളറാ, തിളങ്ങുന്ന വെള്ള നിറ. അപ്പം മൈലിൻ ഷീത്ത് ഉള്ള ഭാഗത്തിന് എന്ത് കളറിക്കാരം? വൈറ്റ് കാരം. ആ ഭാഗത്ത് വിളിക്കുന്ന പേരാണ് വൈറ്റ് മാറ്റർ. എന്താണ്? വൈറ്റ് മാറ്റർ. ഓക്കെ, മൈലിനേറ്റർ എന്നാ പറഞ്ഞേ. മൈലിനേറ്റഡ് ന്യൂറോൺസ് ഉണ്ടെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താ? അതിന് വിളിക്കുന്ന പേരെന്താ? വൈറ്റ് മാറ്റർ. എന്താണ്? വൈറ്റ് മാറ്റർ. അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതായത് പെരിഫറൽ നാഡീവ്യവസ്ഥയിൽ ഉൾപ്പെടാത്തതിലേത്? നെർവ്സ് ഉണ്ട്, ഗാംഗ്ലിയ ഉണ്ട്, സ്പൈനൽ കോഡ് ഉണ്ട്, റിസെപ്റ്റേഴ്സ് ഉണ്ട്. അതായത് നാഡികളുണ്ട്, ഗാംഗ്ലിയോൺസ്, സുഷുമ്ന ഉണ്ട്, ഗ്രാഹികളുണ്ട്. ഇതിൽ പെരിഫറൽ ഉൾപ്പെടാത്ത ആരാ? നമ്മൾ നാഡീവ്യവസ്ഥയെ നെർവസ് സിസ്റ്റത്തെ രണ്ടായി: സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്ര നാഡീവ്യവസ്ഥ, പെരിഫറൽ നാഡീവ്യവസ്ഥ, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഇവിടെ പെരിഫറത്തിൽ ഇല്ലാത്ത ആരൊക്കെ? സെൻട്രൽ അല്ലേ ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പോൾ പെരിഫറത്തിൽ ആരാ? സ്പൈനൽ കോഡ് അല്ലേ. ആൻസർ ഏതാ നോക്കുക? സ്പൈനൽ കോഡ്. കിട്ടിയില്ലേ? അടുത്ത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി പാർട്ട് ഓഫ് ബ്രെയിൻ സ്റ്റെം. ഈ ബ്രെയിൻ സ്റ്റെമ്മിൽ, അതായത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗമല്ലാത്തതിൽ ഏതാ? മെഡുല ഒബ്ലിഗേറ്റ ഉണ്ട്, മിഡ് ബ്രെയിൻ ഉണ്ട്, തലാമസ് ഉണ്ട്, പോൺസ് ഉണ്ട്. ഈ മിഡ് ബ്രെയിനും പോൺസും മെഡുല ഒബ്ലിഗേറ്റും ഒക്കെ ബ്രെയിൻ സ്റ്റെമ്മത്തല്ലേ? ഇതിലാരാ ഇല്ലാത്തത്? തലാമസ് അല്ലേ. അപ്പോൾ ആൻസർ ഏത് നോക്കുക? തലാമസ്. വെരി ഗുഡ്. ഇത് നോക്കിക്കോ. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞു. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. ദി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വിച്ച് ഈസ് പാർട്ട് ഓഫ് ദി പെരിഫറൽ നെർവസ് സിസ്റ്റം റെഗുലേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഓൺ ഇറ്റ്സ് ഓൺ. അതായത് നോക്കിക്കോ, മലയാളം മീഡിയം. ഈ പ്രസ്താവനയിൽ എന്താണ് ശരിയായ ഉത്തരം ഏതാ? പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായ സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്താണ്? ശാരീരിക പ്രവർത്തനങ്ങളെ സ്വയം നിയന്ത്രിക്കുന്നു. അതാണ് പറഞ്ഞത്. അത് ശരിയാണോ തെറ്റാണോ മനസ്സിൽ കാണട്ടെ എൻ്റെ മക്കളെ. അടുത്ത്, ദി പാരാസിമ്പത്തറ്റിക് സിസ്റ്റം prepares the body to respond in emergency situation. എമർജൻസി സിറ്റുവേഷനിൽ പാരാസിമ്പത്തറ്റിക് എന്താവും? നമ്മളെ ബോഡി എന്താവും? പ്രിപ്പയർ ആക്കുമെന്ന് പറഞ്ഞു. ശരിയാണോ തെറ്റാണോ മക്കൾ പറയാൻ കേട്ടോ. അടുത്ത്, ദി സിമ്പത്തറ്റിക് സിസ്റ്റം prepare the body for rest and daily activities like digestion. ഇതിൽ ഏതാണ് ശരി? അപ്പോൾ നമ്മൾ ചില കുട്ടികൾ തെറ്റ് ചെയ്തു. ഇത് 2, 3 ശരിയാണ്. 2, 3 ശരിയല്ലടാ. നമ്മളെ എമർജൻസി സിറ്റുവേഷനിൽ പേടിക്കുന്ന സമയത്തൊക്കെ നമ്മളെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന പാരാസിമ്പത്തറ്റിക് അല്ല. എന്താണ് ഇത്? ഇങ്ങോട്ടാണ്, സിമ്പത്തറ്റിക് ആണ്. എന്താണ്? സിമ്പത്തറ്റിക്. മലയാളം നോക്ക്. പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥ അടിയന്തര സാഹചര്യങ്ങളിൽ ശരീരത്തെ പ്രതികരിക്കാൻ സജ്ജമാക്കുന്നു. പാരാസിമ്പത്തറ്റിക് എന്നാ ശരിക്കും ഇവിടെ എന്താ വേണ്ടി? സിമ്പത്തറ്റിക് എന്ന വേണ്ടി. അപ്പോൾ അവിടെ തെറ്റാണിത്. അടുത്ത്, സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്താണ്? വിശ്രമിക്കാനും ദഹനം പോലുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ശരീരങ്ങൾ സജ്ജമാക്കുന്നു. സിമ്പത്തറ്റിക് അല്ല. ഇവിടെ എന്താണ്? പാരാസിമ്പത്തറ്റിക്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റ് മാറ്റി ചോദിച്ചു. അപ്പോൾ നമ്മൾ ചില കുട്ടികൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ തെറ്റരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും ശരിയാതാ? ആദ്യത്തേതാണ്. അപ്പോൾ ഏതാ നോക്കുക? എ ഈസ് കറക്റ്റ്, 1, 2 എന്താണ്? ആർ ഇൻകറക്റ്റ്. 1 ശരിയാണ്, 2, 3 എന്താണ്? തെറ്റാണ്. കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. അടുത്ത ചോദ്യം നോക്ക് മക്കളെ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ആക്ട് ആസ് എ റിഫ്ലക്സ് സെന്റർ. അതായത് താഴെ തന്നിരിക്കുന്ന റിഫ്ലക്സ് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഏത്? 1 ബ്രെയിൻ ആൻഡ് റിസെപ്റ്റർ, സ്പൈനൽ കോഡ് ആൻഡ് റിസെപ്റ്റർ, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ആൻഡ് മസിൽസ്. മസ്തിഷ്കവും ഗ്രാഹിയും, സുഷുമ്നയും ഗ്രാഹിയും, മസ്തിഷ്കം സുഷുമ്നയും പേശിയും. അതായത് റിഫ്ലക്സ് സെന്റർ, കേന്ദ്രം. നമ്മൾക്ക് റിഫ്ലക്സ് സെന്ററിന്റെ കേന്ദ്രം, റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം ഏതാ? മസ്തിഷ്കം സുഷുമ്നയല്ലേ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ? ആൻസർ അതാണ്. നോക്കാം നമുക്ക്. ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ശരിയല്ലേ? ഇനി നോക്കി അടുത്ത്. ഈ ചോദ്യം എൻ്റെ മക്കൾക്കുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പാത്ത് ഓഫ് എവല്യൂഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ജെനറ്റിക്സ് ഓഫ് ലൈഫിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതിൻ്റെ മക്കൾ കറക്റ്റ് ആൻസർ ചെയ്യണം. A, B എന്ന് പറഞ്ഞിട്ട് മക്കൾ ആൻസർ ചെയ്യണം. നോക്കിക്കോ. നെയിം ദി ന്യൂറോൺ ലേബിൾഡ് ആസ് X ഇൻ ദി ഇലുസ്ട്രേഷൻ. ഇവിടെ തന്നിരിക്കുന്ന X അടയാളപ്പെടുത്തിയ ന്യൂറോൺ ഏതാ? ഇതാണ് റിസെപ്റ്റർ. ഇതേതാ? റിസെപ്റ്റർ. ഇതേതാ? സെൻട്രൽ നെർവസ് സിസ്റ്റം.
ഓക്കെ, റിസപ്റ്റർ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, അതായത് ഗ്രാഹിയിൽ നിന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് മെസ്സേജിനെ കൊണ്ടുപോകുന്ന ന്യൂറോൺ ഏതാണ് നിൻ്റെ മക്കൾ എന്താവുക ആൻസർ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. വെറി ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ എന്താവുക ലൈക്ക് ബട്ടൺ അടിച്ചിട്ട് സാർ എന്താവും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ ഫീഡ്ബാക്ക് ഒക്കെ കറക്റ്റ് കമൻറ്റ് ബോക്സിൻ്റെ മക്കളെ അറിയിക്കുക. ഓക്കെ മക്കളെ, താങ്ക് യു.